പാലസ്തീൻ പ്രശ്നം എങ്ങും എത്താതെ അങ്ങനെ നീണ്ടുപോവുകയാണ്. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറില്ല, ഇസ്രായേൽ യുദ്ധം നിർത്താനും തയ്യാറില്ല. അതിനിടയ്ക്ക് ബ്രിട്ടനും ഫ്രാൻസും അയർലൻഡും കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിച്ചു. ഇന്ത്യയും റഷ്യയും ചൈനയും മറ്റനവധി രാജ്യങ്ങളും പണ്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ അംഗീകാരം കൂടിയായി. പക്ഷെ ആരംഗീകരിച്ചാലും ഒരു കാര്യവുമില്ല. അമേരിക്ക ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്ന് നെതന്യാഹു ധൈര്യസമേതം ഐക്യരാഷ്ട്രസഭയിൽ ചെന്ന് പ്രസംഗിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചില പ്രതിനിധികൾ ഇദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കൂവി വിളിക്കും. പലരും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ശക്തിയില്ലാതെ അവിടുന്ന് എഴുന്നേറ്റ് പോയിച്ചു. ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയാൻ വന്നത്. അതിനെക്കുറിച്ച് പറയാനുണ്ട്, അത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതിന് നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടായ ചില പ്രതികരണങ്ങളെക്കുറിച്ചാണ്. പാലസ്തീനിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം ആലോചിച്ച് വേവലാതി കൊള്ളുന്ന ഒരു കൂട്ടർ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളീയരാണ്, മലയാളികളാണ്. ഇവിടെ എവിടെ മലയാളി ഉണ്ടോ അവിടെ പാലസ്തീൻ ഒരു ചർച്ചാ വിഷയമാണ്, ഒരു തർക്ക വിഷയമാണ്. ഇപ്പോൾ കേരളക്കരയിലും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായി. മാതൃഭൂമിയും മലയാള മനോരമയും വലിയ ആവേശത്തോടിട്ട് പാലസ്തീൻ പ്രശ്നത്തിൽ മുഖപ്രസംഗം എഴുതി. മറ്റു പത്രങ്ങളിലാരും പറയാനുമില്ല. അവർക്ക് വലിയ ഉത്സാഹത്തിലും ആവേശത്തിലും ഇസ്രായേലിനെ ഞങ്ങൾ സംഹരിച്ചു കളയും എന്ന രീതിയിൽ ഒന്നിനൊന്ന് മികച്ച ഗംഭീരമായ മുഖപ്രസംഗങ്ങൾ കൊണ്ടും വാർത്തകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും വിശകലനങ്ങൾ കൊണ്ടും നമ്മളെ ധന്യരാക്കി. ഞാൻ അതിനെക്കുറിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എറണാകുളത്ത് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ വലിയ ഒരു ബഹുജന റാലി അഥവാ ബഹുജന സംഗമം നടന്നു പാലസ്തീൻ പ്രശ്നത്തിൽ. നേരത്തെ കോഴിക്കോട്ട് നടന്നതിൻ്റെ അത്രം വന്നില്ല എങ്കിൽ പോലും അതിനോട് കിടപിടിക്കുന്ന ഒരു വലിയ മഹാസമ്മേളനം ഈ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്നു. അതിൽ ചില കാഷായ വസ്ത്രധാരികളായ സന്യാസിമാരും ചില ലോഹധാരികളായ പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്. അതുമൊക്കെ നല്ല കാര്യമാണ്. കാരണം ഈ പാലസ്തീൻ പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല, അത് എല്ലാ മതങ്ങളെയും അല്ലെങ്കിൽ മനുഷ്യരാശിയെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ്. അവിടെ ഓരോരുത്തരും വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി. പാണക്കാട് തങ്ങളാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ഫാദർ തേലക്കാട്ടാണെങ്കിലും ഒക്കെ നടത്തി. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രസംഗങ്ങൾ, ഒന്ന് നമ്മുടെ BJP-യിൽ നിന്ന് സമീപകാലത്ത് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ പ്രസംഗമായിരുന്നു. വാര്യരെ പാലക്കാട്ട് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല, വേദിയിലിരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അതിനെ തുടർന്ന് കോൺഗ്രസിലേക്ക് മാറിയ ആളാണ്. പുള്ളിയാണ് ഇപ്പോൾ പാലസ്തീൻ്റെ ഒരു വലിയ ബ്രാൻഡ് അംബാസഡർ. അങ്ങനെ പാലക്കാട്ട് നിന്ന് പാലസ്തീനിലേക്കുള്ള പുള്ളിയുടെ പുരോഗതി, അതിനെക്കുറിച്ച് പുള്ളി വികാരാധീനനായിട്ട് അവിടെ പ്രസംഗിച്ചു. അതിനേക്കാൾ ഒന്നുകൂടി നന്നായത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാന സാരഥി തുടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയുടെ പ്രസംഗം. ഈ മൗലവി പറഞ്ഞത് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ ഒരുപാട് ജൂതന്മാരെ ഗ്യാസ് സിലിണ്ടറിലിട്ട് കൊന്നു എന്നാണ്. ഗ്യാസ് ചേമ്പറിലല്ല, ഗ്യാസ് സിലിണ്ടറിൽ. അതുകൂടാതെ പുള്ളി ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാർ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു കഥയും കൂടി അവിടെ പറഞ്ഞു. അതായത് ഈ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ കയറ്റി ജൂതന്മാരെ കൊന്നിരുന്ന കാലത്ത് കുറച്ച് ജൂതന്മാരെ പുള്ളി കൊല്ലാതെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത്, പോഷകാഹാരം കൊടുത്ത് ദമ്പതിമാരെ പുള്ളി പരിപാലിച്ചു. എന്നിട്ട് അവരോട് കൂടുതൽ പ്രത്യുൽപാദനം നടത്തി കൂടുതൽ കുട്ടികളുണ്ടാക്കണം. എന്ന് വെച്ചാൽ അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി ജീവിക്കണം. അങ്ങനെ ഹിറ്റ്ലർ ചെയ്തത് എത്ര വലിയ ന്യായമായിരുന്നു എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജൂതന്മാരെ മുഴുവനും കൊല്ലാതെ വച്ചത് എന്നാണ്. ഇതിന് യാതൊരു ചരിത്രപരമായ അടിത്തറയുമില്ല. പാവം മൗലവി ആരോ പറഞ്ഞ് പറ്റിച്ചാണ്. ഇനി മൗലവിക്ക് അറിയാത്തൊരു കഥയും കൂടി പറയാം. ഹിറ്റ്ലറുടെ പട്ടാളത്തിൽ മുസ്ലിങ്ങളായ കുറേ സൈനികന്മാരുണ്ട്. അത് പ്രധാനമായിട്ട് ഈ ബാൾക്കൻ ഉപദ്വീപിൽ നിന്ന് സംഘടിപ്പിച്ചവരായിരുന്നു. പിന്നെ പാലസ്തീനിൽ നിന്നുള്ള പോരാളികളടക്കമുണ്ട്. ഇവരെയൊക്കെ ഹിറ്റ്ലർ ബ്രെയിൻ വാഷ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽ ചേർക്കി. യഹൂദ വിരോധം രണ്ടു കൂട്ടരും ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ ഹോളോകോസ്റ്റിൻ്റെ പാപഭാരത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഹിറ്റ്ലറുടെ പട്ടാളത്തിൽ ചേർന്ന മുസ്ലിങ്ങൾക്കെങ്കിലും ഒഴിയാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഇനി ഏതായാലും പാലസ്തീൻ മുഴുവനും പുഴ മുതൽ കടൽ വരെ ഇവരുടെ കയ്യിലാവുമ്പോൾ ആരായിരിക്കും ഇവരെ ഗ്യാസ് സിലിണ്ടറിൽ കയറ്റുന്നത് എന്ന കാര്യം ഈ മൗലവി സമയം പോലെ ഒന്ന് ആലോചിച്ചാൽ മതി.
ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനേക്കാളൊക്കെ വിചിത്രവും രസകരവുമായിട്ടുള്ള പ്രതികരണങ്ങൾ വേറെ ഉണ്ട്. ഒന്ന് നമ്മുടെ സഖാവ് KN കുഞ്ഞഹമ്മദ് പറഞ്ഞത് ഈ ഗാസയുടെ ചെറുത്ത് നിൽപ്പ് ഐതിഹാസികമായൊരു സംഭവമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക്, ഗ്രന്ഥശാലകൾക്ക്, പലചരക്കടകൾക്ക് വരെ ഗസ എന്ന് നാമകരണം ചെയ്യണം എന്നാണ്. അത് വളരെ സ്വാഗതാർഹമായ ഒരു നിർദ്ദേശമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും NGO യൂണിയൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കലാമേളയിൽ കലാമത്സരങ്ങൾ നടക്കുന്ന ഓരോ സ്റ്റേജിനും ഇതുപോലുള്ള പേരുകളാണ് കൊടുത്തത്. ഒരു സ്റ്റേജിന് കൊടുത്തത് ഗസ, മറ്റൊന്നിന് ഖാൻ യൂണിസ്, മൂന്നാമതൊന്നിന് വെസ്റ്റ് ബാങ്ക്, നാലാമത്തേന് ബേത്ലഹേം, അഞ്ചാമത്തേന് ജെറുസലേം. അങ്ങനെ പലസ്തീനിലുള്ള വിവിധ പ്രദേശങ്ങളുടെയൊക്കെ പേര് അതിന് കൊടുത്തു. ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് ടെൽ അവീവ് എന്നും കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ടോ സഖാക്കൾ അത് ചെയ്തില്ല. അപ്പോൾ കുഞ്ഞഹമ്മദിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേറെ ആരും കൂടിയില്ലെങ്കിലും NGO യൂണിയൻകാരുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷത്തിനും അഭിമാനത്തിനും വകയുണ്ട്. അവിടെ കൂടെ കഴിച്ചില്ല. കോടഞ്ചേരി ഗവൺമെൻറ് കോളേജിൽ SFIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഒരാൾ എനിക്ക് അയച്ചു. അത് ഇതിനേക്കാളും രസകരമാണ്. ഓരോ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആ സ്ഥാനാർത്ഥിയെ ഈ കഫിയ അണിയിക്കും. അങ്ങനെ മൊത്തം സ്ഥാനാർത്ഥി സഖാക്കൾ കഫിയ അണിഞ്ഞ് കോളേജ് കോമ്പൗണ്ടിൽ കൂടി ഒരു പ്രകടനം നടത്തും. വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നി. ഇനി അങ്ങോട്ട് കഫിയ വഴിക്കാണ് വിപ്ലവം വരാൻ പോകുന്നത്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവത്തിന് ചില കുട്ടികൾ ഈ പാലസ്തീൻ പ്രശ്നത്തെ അധികരിച്ചുകൊണ്ട് ഒരു കോൽകളി അവതരിപ്പിച്ചു. പക്ഷേ ഇത് അവിടുത്തെ അസഹിഷ്ണുവായ പ്രിൻസിപ്പളിന് സഹിച്ചില്ല. പുള്ളി അപ്പം തന്നെ സ്റ്റേജിൽ കയറി കർട്ടൻ ഇടിക്കുകയും കോലുകളി നടത്തിയ വിദ്യാർത്ഥികളെ ശകാരിക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മൗദൂദി ചാനലുകാർ നമ്മളെയൊക്കെ കാണിച്ച് കൃതാർത്ഥരായി. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഫെസ്റ്റിവൽ കോൽക്കളിയിൽ നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യം തടസ്സപ്പെടുത്തിയ അധ്യാപകർ കണ്ണൂർ അഞ്ചരക്കണ്ടി സ്കൂളിലാണ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ പരിപാടി തടഞ്ഞത്. അങ്ങനെ ചാനലുകാർ ചോദിക്കുന്നത്, ഇവിടെ ഫലസ്തീനെ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത്, ലോകരാജ്യങ്ങൾ മുഴുവനും ഇവരെ പിന്തുണയ്ക്കുന്ന സമയത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്ത് അത് മാർക്സിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ളൊരു കമ്മിറ്റിയാണ് ഈ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ നടന്നത്. അവിടുത്തെ ഹെഡ്മാസ്റ്റർ എങ്ങനെ ധൈര്യം വന്നു എന്നാണ്. ഹെഡ്മാസ്റ്റർ പറയുന്നത് യുവജനോത്സവം മാനുവൽ പ്രകാരം ഈ രാഷ്ട്രീയ പരാമർശമുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ പാടില്ല എന്നാണ്. ഈ പാലസ്തീൻ വിഷയം അങ്ങനെ വെറും ഒരു സാധാരണ വിഷയമല്ലല്ലോ. അതുകൊണ്ട് ഇനി മേലിൽ നമുക്ക് പാലസ്തീൻ കോലുകളി, പാലസ്തീൻ ദഫുമുട്ട്, പാലസ്തീൻ അർബനമുട്ട്, പാലസ്തീൻ ഒപ്പന ഒക്കെ പ്രതീക്ഷിക്കാം. ഇനി ഇതിന് വിപരീതമായിട്ട് ഈ എറണാകുളത്തോ അല്ലെങ്കിൽ മുനമ്പത്തൊക്കെ ഈ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ചവിട്ട് നാടകവും മാർഗംകളി പോലും നടത്തൂ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞൂടാ. കാറൽമാൻ ചരിതത്തിൻ്റെ സ്ഥാനത്ത് വീസ്മാൻ ചരിതം അല്ലെങ്കിൽ ഗോൾഡ മേയർ ചരിതം ചവിട്ട് നാടകം അവതരിപ്പിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആവിഷ്കാര സ്വാതന്ത്ര്യം പാലസ്തീൻകാർക്ക് മാത്രമല്ലല്ലോ, യഹൂദ അനുകൂലികൾക്കും ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാലം വരട്ടെ. ഓരോരുത്തരും ചവിട്ട് നാടകം നടത്തി, കോലുകളി നടത്തി പരസ്പര പ്രശ്നങ്ങൾ സർഗാത്മകമായിട്ട് പരിഹരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൻ്റെ മോശമായ തന്നെ മാറിപ്പോകും. അപ്പോൾ ആ രീതിയിലുള്ള കലാസൃഷ്ടികൾ കൊണ്ട് നമ്മുടെ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം, നവോത്ഥാന കേരളം കൂടുതൽ സുരഭിലമാകട്ടെ എന്ന ഒരു ചിന്ത ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. ആ ഫലസ്തീൻ പോരാളികൾക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.